ഹരേ കൃഷ്ണ. അമ്മയും കണ്ണനും എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു കഥയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. നമുക്ക് കഥയിലേക്ക് പോയാലോ? ഇതുണ്ടായ കഥയാണ്. ഇതാളെ വെളിപ്പെടുത്തുന്നില്ല, പേരും പറയുന്നില്ല കേട്ടോ. അപ്പം ഇതധികമായിട്ടില്ല ഈ കഥ എനിക്ക് കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? കണ്ണൻ്റെ മായാജാലങ്ങൾ കേൾക്കണ്ടേ? നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. ഒരിക്കൽ ഒരു സാധുവായ ഒരു കുടുംബം, അവർക്ക് ജോലിയൊന്നുമില്ല, കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാനെ എന്നും ആ സ്ത്രീ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാനെ, ഉണ്ണിക്കണ്ണ, ഭഗവാനെ, എന്നും ഭഗവാന്റെ നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴും ഭഗവാനെ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്നും ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ വിളി കേട്ടു. ഭഗവാൻ, ആ സ്ത്രീക്ക് സുഖമില്ലാത്തൊരു സ്ത്രീയായിരുന്നേ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്, അവർക്കൊരു ജോലി വേണം. ആ കുടുംബത്തിന് ഒരു താങ്ങും തണലായിട്ട് ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവുകയാണ് കേട്ടോ. അതിൽ ഭഗവാൻ എന്ത് ചെയ്തു, അവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഭഗവാൻ ഒരു ജോലി കൊടുക്കുകയാണ്. ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്ന ജോലി, വേറെ എവിടെയും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഭഗവാൻ പറയാന്ന്, എവിടെയും ഒന്നും ബുദ്ധിമുട്ടാനോ ഒന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ജോലി കൊടുത്തു. നല്ലൊരു ശമ്പളവും ഒരു ജോലിയും ഭഗവാൻ കൊടുത്തു. അങ്ങനെ ഈ സ്ത്രീ ജോലിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വരുന്നു. ഭഗവാനെ വിളി നിർത്തില്ല കേട്ടോ. ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സ്ത്രീ ജോലി സ്ഥലത്തെത്തിയാലും ഭഗവാനെ ഒരു നേരം പോലും വിളിക്കാതിരിക്കുന്നില്ല. ഭഗവാനെ, കണ്ണ, ഉണ്ണിക്കണ്ണ വിളിച്ചുകൊണ്ടേയിരിക്കും, നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. ഒഴിവുള്ള സമയത്തെല്ലാം നാമം ജപിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ നാമം ജപിച്ചിരിക്കും. അങ്ങനെ നല്ലൊരു സന്തോഷകരമായ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു ദിവസം ആ സ്ത്രീ സ്ഥിരമായിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആ സ്ത്രീ ഇരിക്കുന്ന സ്ഥലത്തോ എന്നും ആ സ്ത്രീ ഇരിക്കുന്ന സ്ഥലമൊക്കെ ആ സ്ത്രീ എന്നെ തുടയ്ക്കലും വൃത്തിയൊക്കെ ആക്കുന്നതാണല്ലോ. ഒരു ദിവസം ആ സ്ത്രീ ജോലിക്ക് കയറി വരുമ്പോൾ ആ സ്ത്രീയുടെ ആ റിസപ്ഷൻ്റെ ആ മൂലക്ക് ആയിട്ട് ഒരു എണ്ണേൻ്റെ, അതായത് കൽപ്പുരാതി തൈലത്തിൻ്റെ ഒരു കുപ്പി കാണുന്നു. അപ്പോൾ വിചാരിച്ചു, ഇന്നെന്താ ഇവിടെ ഇങ്ങനെ ഒരു തൈലം? അപ്പോൾ ഈ ജോലി സ്ഥലത്ത് അങ്ങനെ എണ്ണേൻ്റെ ഈ തൈലും അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് ആ സ്ത്രീ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇവരെന്ത് ചെയ്തു, അവിടെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ എണ്ണേൻ്റെ ഈ കുപ്പീനെ എടുത്തിട്ട് ആ മേശയുടെ ഉള്ളിലേട്ട്, എൻ്റെ വയൽപ്പിൻ്റെ ഉള്ളിലിട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ ആ സ്ത്രീ ഇങ്ങനെ അവിടെയൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി കൊണ്ടേയിരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കാല് ഇങ്ങനെ സ്ലിപ്പായി പോവാന്ന്. കാലിങ്ങനെ, ആ സ്ത്രീക്ക് കാലിന് സുഖമില്ലാത്തതാണ്. അപ്പോൾ അവരുടെ കാല് ഒന്ന് ഇങ്ങനെ ഇരുന്ന് വീണ് പോവാന്ന്. അപ്പോൾ കണ്ണനെ വിളിക്കുന്നു, കണ്ണാ എന്നും പറഞ്ഞിട്ട്, ഭഗവാനെ, കണ്ണാ, എനിക്ക് ഈ ജോലിക്കും വരാൻ പറ്റില്ലേ, എൻ്റെ കുടുംബത്തിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണാന്നും വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ സ്ത്രീ ഒരു രക്ഷയില്ല, വേദന സഹിക്കുന്നില്ല കേട്ടോ. നേശ്വര അവിടെ വന്നിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീക്കൊരു ഓർമ്മ തോന്നിയത്, ഇവിടെ ഒരു തൈലിരിക്കുന്നുണ്ടല്ലോ ഭഗവാനെ, അതെടുത്തിട്ട് ഞാൻ തേക്കാമെന്ന്. അങ്ങനെ ആ സ്ത്രീ ആ തൈലൊക്കെ എടുത്ത് തേച്ച് വേദനയൊക്കെ കുറച്ച് കുറഞ്ഞു. പിന്നെ ആ സ്ത്രീ ഒഴിയാനെല്ലാം പോയി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ സ്ത്രീയുടെ അടുത്ത് അവിടെ തൈലം കൊണ്ടുവച്ചത് ആരായിരുന്നു? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ആ തൈലം കൊണ്ടുവച്ചത് ആരാ? എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, ഭഗവാൻ നേരത്തെ അവിടെ തൈലം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒന്ന് ഓർത്ത് നോക്കിയേ, സത്യമല്ലേ? ഭഗവാൻ പറയാണ്, അമ്മേ, ഞാനവിടെ തൈലം കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇന്ന് ഇങ്ങനെ ഒരു വേദന വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഒന്ന് അമ്മ വീഴും. അപ്പോഴത്തേക്കും ഞാൻ അവിടെ മരുന്ന് കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ പോണത്.
അമ്മ എന്താ വേണ്ടത് ചെയ്യാം, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭക്തർക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തണ്ടേ. ആ ഒരു ഉണ്ണിയേ ഉള്ളൂ ലോകത്തിലെ ഇത്രയും കോടാനുകോടി ജനങ്ങളെ രക്ഷിക്കുന്ന ഈ ഒരു ഉണ്ണിയാണ്. ഈ ഉണ്ണിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണല്ലേ. ആ ഉണ്ണി പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയതാണ് ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാനുണ്ട്, അപ്പോഴത്തേക്കും വേഗം ഈ തൈലം എടുത്തിട്ട് തേച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ തൈലം കൊണ്ടുവച്ചതാണ്. എന്താല്ലേ ഭഗവാന്റെ ഓരോ ലീലകൾ. ഇത്രയ്ക്കും നമ്മളെ എങ്ങനെ ഭഗവാനെ ഒരു ചെറിയൊരു കണ്ണാന്ന് ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കണ്ണു തുറക്കാണ്ടിരിക്കില്ല കേട്ടോ. ഇത്രയ്ക്കും വിളിച്ചാൽ കേൾക്കുന്ന ഈ കണ്ണനെ എന്തുകൊണ്ട് ജനങ്ങൾ വിളിക്കുന്നില്ല? ഒരു വിളിച്ചൂടെ? ആ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ആയാലും ഓടിയെത്തും. ആത്മാർത്ഥതയോട് കൂടിയിട്ട് കണ്ണാന്നൊന്ന് വിളിച്ചാൽ മതി, കണ്ണൻ ഓടിയെത്തും കേട്ടോ. അതിനുള്ള തെളിവാണ്. പക്ഷെ എന്താ, കണ്ണനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. പരീക്ഷണങ്ങളും വേദനകളും എല്ലാം തരും കണ്ണൻ. എന്തിനാണെന്നറിയോ? എന്നെ വിട്ടു പോവുമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള കഥകളായിട്ട് ഇനിയും വരാട്ടോ. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.